കണക്ക് തെറ്റിയിട്ടുണ്ട് നമ്മൾ കൊടുത്ത തെറ്റാണ് ആ ഗ്രാഫിക്സ് നമുക്ക് വലിക്കാം. മനോരമ ന്യൂസ് ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്നത് UDF അധികാരത്തിൽ വരും. മുഖ്യമന്ത്രിയായി VD സതീശനാണ് സാധ്യത കൂടുതൽ. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്നത് VD സതീശനെ ആണ്. ഇതാണ് ഈ സർവേയുടെ ഫലം. എന്തിനാണ് ഈ സർവേ എന്നത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മലയാള മനോരമ മറിച്ചൊരു സർവേ പുറത്തുവിടും എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും രൂപത്തിൽ UDF പരാജയപ്പെടും, LDF ജയിക്കും, മുഖ്യമന്ത്രി വീണ്ടും പിണറായി വിജയനായിരിക്കും എന്ന ഒരു സർവേ റിപ്പോർട്ട് മലയാള മനോരമയിൽ നിന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പക്ഷേ മനോരമ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. കിട്ടിയ സർവേ റിപ്പോർട്ട് തിരുത്തി എന്ന് വേണം അനുമാനിക്കാൻ. കാരണം റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ഇടയിൽ തെറ്റ് ഏറ്റുപറയുകയും ബബബ അടിക്കുന്ന ആങ്കർമാരെയും നമുക്ക് കാണാം. ആ വീഡിയോ, ചെറിയ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. കണക്ക് തെറ്റിയിട്ടുണ്ട് നമ്മൾ കൊടുത്ത തെറ്റാണ് ആ ഗ്രാഫിക്സ് നമുക്ക് വലിക്കാം. അതെ, വീഡിയോയിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന കാർഡ് അത് ഒന്നാം സ്ഥാനത്ത് VD സതീശൻ, രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ, മൂന്നാം സ്ഥാനത്ത് പിണറായി വിജയൻ എന്നാണ്. എന്നാൽ പിന്നീട് അത് തിരുത്തുന്നുണ്ട് മനോരമ ന്യൂസിന്റെ ന്യൂസ് ആങ്കർമാർ തന്നെ. ഒടുവിൽ പറഞ്ഞ പ്രകാരം പിണറായിക്ക് 22.4%, സതീശന് 24.1%, ശശി തരൂരിന് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശശി തരൂരിന് 11.3%. അത് കഴിഞ്ഞ് ആങ്കർ പറയുന്ന ഒരു വാചകമുണ്ട്. ഇത് കഴിഞ്ഞ് 42%, വിവിധ മുഖങ്ങളുണ്ടല്ലോ, ഒരുപാട് മുഖങ്ങളുണ്ടല്ലോ, അവരൊക്കെ ചേർത്ത് 43% വരും എന്ന് വെച്ചാൽ 3 പേരെയല്ല സർവേയിൽ ഫോക്കസ് ചെയ്തത്, 3 പേരെ മാത്രം എടുത്ത് നടത്തിയ സർവേ അല്ല എന്നർത്ഥം. നിരവധി പേരുകൾ സർവേയിൽ ഉന്നയിച്ചിരുന്നു, ജനങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. അത് ആരൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. കാരണം അത് കൂട്ടിയാൽ മാത്രമേ LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കാണോ പിന്തുണ, UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കാണോ പിന്തുണ എന്നറിയാൻ കഴിയുകയുള്ളൂ. നിർബന്ധമായും ആ വിവരങ്ങൾ മുഴുവൻ മനോരമ ന്യൂസ് പുറത്തുവിടണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവുമുണ്ട്, വളരെ സുപ്രധാനമായ കാര്യമാണ്. മനോരമ ന്യൂസിന്റെ സർവേയുടെ റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയൻ എന്നാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടട്ടെ. ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ ഭാവി മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ഉത്തരം പിണറായി വിജയൻ എന്നാണ്. 24% ആളുകൾ പിണറായി വിജയനെ പിന്തുണച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് VD സതീശനാണ്, 22% ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി. അങ്ങനെയാണ് ശശി തരൂരിന്റെ പേര് ആകെ കൺഫ്യൂഷനായത്. 1ഉം 2ഉം കൺഫ്യൂഷനായത് അങ്ങനെയാണ്. അങ്ങനെയല്ല എങ്കിൽ മലയാള മനോരമ ഒരു കാര്യം ചെയ്യണം. പത്രത്തിൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ അച്ചടിച്ച് നൽകാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ മനോരമ ന്യൂസ് അവരുടെ വെബ്സൈറ്റിൽ ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം. എത്ര പേരെയാണ് കണ്ടത്, എത്ര മണ്ഡലങ്ങളിൽ സർവേ നടത്തി, എത്ര സാമ്പിൾ ശേഖരിച്ചു, എന്താണ് ഈ സെലക്ഷൻ രീതി, എങ്ങനെയാണ് സർവേ നടത്തിയത്, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ഡാറ്റകൾ മുഴുവൻ പുറത്തുവിട്ടുകൊണ്ട് മനോരമ ന്യൂസ് ഈ സർവേയോടെങ്കിലും സത്യസന്ധത പുലർത്തണം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒന്നാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ഉത്തരം 1 പിണറായി വിജയൻ തന്നെയാണ്. രണ്ടാം സ്ഥാനത്താണ് VD സതീശൻ ഉള്ളത്. കോൺഗ്രസിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ശശി തരൂരിന്റെ പേര് മാത്രമാണോ ഉപയോഗിച്ചത് സർവേക്ക് വേണ്ടി? രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി എന്ന് പറയണ്ടേ? പറയുന്നില്ല. CPMൽ പിണറായി വിജയൻ മാത്രമാണോ? ശൈലജ ടീച്ചറുടെ പേര് എന്ത് തന്നെയായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അവർക്ക് കിട്ടിയ വോട്ടെത്ര, പിന്തുണ എത്ര എന്നുകൂടി വെളിപ്പെടുത്തണം. എത്ര പേരുടെ പേരുകളാണ് ചോദിച്ചത്, അവർക്ക് കിട്ടിയ പിന്തുണ എത്ര ശതമാനമാണ് എന്ന കാര്യം വിശദീകരിക്കാൻ മനോരമ ന്യൂസ് തയ്യാറാകണം. ഇത് വേറൊരു തട്ടിപ്പാണ്. നേരത്തെ ഒരു സർവേ വന്നിരുന്നു.
ആ സർവേയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇതാ രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ജനങ്ങൾ സജീവമായി പിന്തുണക്കുന്നു. ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനും ഒരു നേതാവായി UDF LDF പോലെ തന്നെ ഒരു മുന്നണിയായി NDAയും അതിന് നേതാവായി രാജീവ് ചന്ദ്രശേഖരനും വരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ആ സർവേ നടത്തിയത്. അതിലും ഒരു കള്ളക്കളി VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. VD സതീശനാണ് അവിടെയും ഒന്നാം സ്ഥാനത്ത് എത്തിയത്. ഇതെല്ലാം എന്ന് വെച്ചാൽ ഈ സർവേകളെല്ലാം ഏതോ ഒരു ഏജൻസി തട്ടിക്കൂട്ടി തയ്യാറാക്കി പ്രധാന മാധ്യമങ്ങളുടെ പുറത്തുവിട്ട് ചർച്ചയാക്കാനാണ്. നേരത്തെ വന്ന സർവേ പുറത്തുവിട്ടത് NDTV ആണ്, ദേശീയ മാധ്യമമാണ് എന്നോർക്കണം. ദേശീയ മാധ്യമം പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകും. ഇതിപ്പോൾ മലയാളത്തിലെ ഒരു മാധ്യമമാണ്, മനോരമ ന്യൂസാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് മനോരമയിൽ മാത്രം ഒരു കോളം വാർത്ത വന്നിട്ടുണ്ട്. മനോരമ പത്രം പോലും ഈ സർവേക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് ആ ഒരു കോളം വാർത്ത നമ്മോട് പറയുന്നത്.